ഈശോമിശിഹായിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാന്ത്വനാഭിഷേകം ദൈവശുശ്രൂഷ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, എല്ലാവരുടെ മേലും കർത്താവിൻ്റെ ആത്മാവ്, ഈശോയുടെ കൃപയും പരപിതാവിൻ്റെ സ്നേഹവും കൂടി വസിക്കട്ടെ എന്ന് ഹൃദയംഗമമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ രക്ഷപ്പെടാൻ ഭൗതികമായാലും ആധ്യാത്മികമായാലും പരിശുദ്ധ കത്തോലിക്ക സഭ വഴി ദൈവം നമുക്ക് കൽപ്പിച്ച് നൽകുന്ന എല്ലാ വിശ്വാസ പാരമ്പര്യങ്ങളും പ്രാമാണികമായ സത്യങ്ങളും അതിൻ്റെ അന്തസത്തകളും ആനുകാലികമായ ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമാക്കാൻ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ഞാൻ എന്നും എൻ്റെ ധ്യാനത്തിൻ്റെ വലിയൊരു കണ്ണീരിൻ്റെ വിഷയമാക്കിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെയാണ് അമ്മ ഈ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ തന്നത്. കാരണം നമ്മൾ പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന്. ഇപ്പം രണ്ട് സമയങ്ങൾ സഭ പരിശുദ്ധ അമ്മ തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളാൻ വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഇപ്പോഴും, നൗ. അടുത്തത് ആൻഡ് ദ ഹവർ ഓഫ് അവർ ഡെത്ത്, എയ്മേ, ഞങ്ങളുടെ മരണസമയത്ത്. ഒന്ന് വർത്തമാനത്തിലും, രണ്ടാമത്തത് ഭാവിയിലും. കാര്യം പഴയ നിയമത്തോട് പരിശോധിക്കുമ്പോൾ, പഴയ നിയമകാലം വരെ പരിശോധിക്കുമ്പോൾ ബൈബിൾ നാളെ എന്ന് പറയും. അതാണ് ജോഷുവ 3:5 പറയണത്. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിലെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നാളെ, അടുത്ത ഭാവിയിൽ ദൈവം നമ്മളെ ഭൗതികമായി ഉയർത്തും. അതാണ് പഴയ നിയമം നമുക്ക് നൽകുന്ന ശക്തമായ വെളിപാട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. കാര്യം കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടി അപ്പായുടെ വരപ്രസാദം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ ദൈവത്തോട് ചെയ്ത പാപത്തിനും ദൈവത്തോട് സമാനത മൃഗപ്പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ദൈവത്തിൻ്റെ രണ്ടാമളെ പുത്രൻ തമ്പുരാൻ തന്നെ ദാസനായ മണത്തോളം ഫിലിപ്പ് 2:7 പറയുന്ന പോലെ തന്നെ താഴ്ത്തിയപ്പോഴേ, പരിഹാരം ചെയ്തപ്പോഴേ കൃപയുടെ വർഷമുണ്ടായി. ലുക്കാ 23:43 നല്ല കള്ളൻ്റെ മാനസാന്തരം പറയുമ്പോഴും കർത്താവേ തെറ്റിപ്പോയി എന്ന്, നിൻ്റെ രാജ്യത്തിൽ നീ എഴുന്നള്ളുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് കണ്ണുനീരോടെ അവൻ പ്രാർത്ഥിക്കുമ്പോഴും ഈശോ എന്താ പറയണത്? സക്കേവോസിനോട് 19:9 പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഈ ഭവനത്തിൽ രക്ഷ കൈവന്നിരിക്കുന്നു പറഞ്ഞ ഈശോ നല്ല കള്ളനോടും പറയും, എന്ത് പറയും? ഇന്ന് നീ എന്നോട് കൂടെ പ്രതീക്ഷയിലായിരിക്കുമെന്ന്. അതായത് ഈശോയുടെ കാലം വന്നപ്പോൾ കൃപ, അനുഗ്രഹം എല്ലാം കർത്താവ് പഴയ നിയമത്തേക്കാൾ സ്പീഡായി. അത് വലിയൊരു സത്യമാണ്, വലിയൊരു തിരിച്ചറിവാണ്. എല്ലാ വിശ്വാസികളും ആ തിരിച്ചറിവ് ഉണ്ടാകണം. കാരണം അനുതാപത്തിന് ഈശോയുടെ നാമത്തിലാണ് അനുതാപം. യേശുക്രിസ്തു എനിക്ക് വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടത്, എനിക്ക് പകരക്കാരനായി പരിഹാരം ചെയ്തതെന്ന് പറയുമ്പോൾ, അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഈശോയുടെ നാഥൻ രക്ഷകനുമായി ഏറ്റുപറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസം ഏറ്റുപറയുമ്പോൾ നമുക്ക് അനുഗ്രഹം, വിടുതൽ നാളെ എന്നുള്ളത് ഇന്നായി മാറും. എന്നെ ശ്രമിക്കുന്ന ഓരോ മക്കൾക്കും ചിലപ്പോഴത് പരിശുദ്ധ അമ്മയുടെ സമയം വരുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ സമയം എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കാനായിലെ കല്യാണത്തിലെ യോഹന്നാന്റെ സുവിശേഷം 2:5
അവിടെ നാളെ വീഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, കല്യാണം കഴിഞ്ഞു പോകും. കല്യാണം കഴിഞ്ഞ് പുതുക്കത്തിനും പിന്നെ ജ്ഞാനസ്ഥാനത്തിനും കല്യാണത്തിന് കൊടുക്കേണ്ട വീഞ്ഞ് ജ്ഞാനസ്ഥാനം കൊടുത്തത് എന്താ? നാളെ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സഭ നൗ എന്ന് പറയണത്. വിശുദ്ധ പാരമ്പര്യമാണ് സഭയുടെ. എന്താ കാര്യം? അമ്മയ്ക്ക് ഇന്ന് നിൻ്റെ അനുഗ്രഹം ഇപ്പോഴേ ആക്കാൻ ഈശോ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ അമ്മയെ ആശ്രയിച്ചുള്ള പ്രാർത്ഥനകളിലൂടെ ഓരോരുത്തരും സാക്ഷ്യം പറയണത്. ഇപ്പം നമുക്കൊരു സാക്ഷ്യം കേൾക്കാം. അതായത് അവരുടെ ജീവിതത്തിൽ തകർന്നടിഞ്ഞ് ജോലി നഷ്ടപ്പെട്ട് ജോലിയില്ല, അതുപോലെ വിസ എക്സ്പയർ ആകാൻ പോകുന്ന മണിക്കൂറുകൾ നിൽക്കുമ്പോഴേ അമ്മ സന്നിധാനത്ത് വന്ന് ഉടമ്പടി ചെയ്യുമ്പോഴേ എന്തുകൊണ്ടാണ് അമ്മ പെട്ടെന്ന് ഇടപെട്ടിട്ട് ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൺ ടൈമിന് ഓൺ ലൈവിൽ അതേ സമയം തന്നെ അവർക്ക് അനുഗ്രഹം ലഭിക്കണത്. ഇതുപോലെ അനേക സാക്ഷ്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നുണ്ട്. നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. അതനുസരിച്ച് ഒരു മനുഷ്യൻ പതറേണ്ട കാര്യമില്ല, ഒരു മനുഷ്യൻ തകരേണ്ട കാര്യമില്ല. തകരാതെ പതറാതെ നമുക്ക് കർത്താവിൻ്റെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തിൽ പ്രവേശിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.